കുടംപുളി കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു പാത്രത്തിലിട്ട് വെച്ചാണ്. അപ്പോൾ ഞാൻ ഏതായാലും ഇങ്ങനെ ചെയ്യുമ്പോൾ പുകയിടാനും പിന്നെ അടുപ്പിൻ്റെ അവിടെ ഒന്നും വെക്കാനൊന്നും പറ്റാത്തവർക്കും കുടംപുളി എങ്ങനെ ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചാണ്. കുടംപുളി 2 ദിവസം വെച്ചപ്പോൾ ഇതാ ഇതേപോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ അടിയിൽ ഇതാ കുറച്ച് വെള്ളമുണ്ട്. ഇതിനി എങ്ങനെയാണ് ഇതാക്കി എടുക്കേണ്ടതെന്ന് കാണിച്ചു തരാം. ഇതിതാ ഇതേപോലെ ഇങ്ങനെ ആക്കിയെടുത്തിട്ട് നമ്മളെ വീട്ടിലുള്ള ഓട്ടപാത്രമല്ലേ അതിലേക്ക് ഇത് വാരിയിട്ടെടുക്കാം. അത് അതിൽ നിന്ന് കുറച്ച് ഇങ്ങനെ എടുത്തിട്ട് ഇതിലേക്ക് വാരിയിട്ടിട്ടുണ്ട്. നമുക്ക് അടുപ്പ് സൗകര്യം പുകടാനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ കുടംപുളി നമുക്ക് ഈ രീതിയിൽ റെഡിയാക്കി വെക്കാൻ പറ്റും. ഞാനിങ്ങനെയാണ് ചെയ്യൽ. അപ്പോൾ അതൊന്നും നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇതിലിട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒഴിച്ചെടുക്കാം. അപ്പോൾ അതേപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പുളിവെള്ളം കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ഇതേപോലെ വൃത്തിയുള്ളൊരു ചാക്ക് എടുക്കണം. എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ പിഴിഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പുളിൻ്റെ വെള്ളം കിട്ടും. ഇതേപോലെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കുമ്പോൾ ഇതിൽ നിന്ന് പുളിവെള്ളമൊക്കെ പുറത്ത് വരും. ഇതേപോലെ കുറച്ചിങ്ങനെ അകന്നിട്ടുള്ള ചാക്ക് എടുക്കണം. തുണിയൊന്നും എടുത്താൽ കിട്ടില്ല. അതേപോലെ ഇതേപോലെ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് ഇതാ ചണ്ടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ഇതൊന്ന് പിഴിഞ്ഞെടുക്കാൻ കഴിയും. പക്ഷേ ബാക്കിയുള്ളതും കൂടെ ഇതിലേക്ക് ഇട്ടെടുക്കുക. കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ പിഴിഞ്ഞെടുക്കണതാണ് നല്ലത്. കൂടുതൽ ഇട്ട് കൊടുക്കുമ്പോൾ അത് പിഴിഞ്ഞെടുക്കാൻ നമുക്കൊരു പ്രയാസമാണ്. ഈ പുളിയിൽ നിന്നുള്ള പിന്നെ പുളിവെള്ളം തന്നെയാണത്. അല്ലാണ്ട് നമ്മളിതിൽ വേറെ വെള്ളം ഒഴിക്കുക ഒന്നും ചെയ്തിട്ടില്ല. ഇതിൽ നിന്ന് നന്നായിട്ടിത് വെള്ളം കിട്ടുന്നുണ്ട്. നമുക്ക് ഉണക്കാനുള്ള പുകയിടാനുള്ള സൗകര്യമോ അല്ലെങ്കിൽ അടുപ്പിൻ്റെ അടുത്ത് വെക്കാനുള്ള സൗകര്യമൊന്നും ഇല്ലെങ്കിൽ ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാ പിഴിഞ്ഞെടുത്ത നീരിതാ ഇത് പുളിയിൽ നിന്ന് നേരിട്ട് കിട്ടിയ പുളിവെള്ളമാണ്. ഇതിൽ വേറെ വെള്ളമോ കാര്യങ്ങളൊന്നുമില്ല. ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇതെന്താ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ഇതാ ഇത്ര പുളിവെള്ളം കിട്ടിയിട്ടുണ്ട്. ചട്ടിയോ ഇത് ഒഴിക്കാൻ പാകത്തിനുള്ള ഒരു മൺചട്ടി എടുക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇത് വെച്ച് കൊടുത്തിട്ട് ഈ വെള്ളം ഇതിലേക്ക് ഒഴിക്കാം. ഇതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അടിച്ചൊഴിച്ചത്. ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിത് കുറേ കാലം ഉപയോഗിക്കാനുള്ളതല്ലേ.
അപ്പോൾ അതിനെ ഗ്യാസിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം. 2 ഐറ്റം കൂടെ ചേർക്കാണ്ട് അതെന്താണെന്ന് ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ ഈ പുളിവെള്ളം നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഒരു മരത്തിൻ്റെ കയ്യിലോ അല്ലെങ്കിൽ ഒരു കഷ്ണം എന്തെങ്കിലും എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നന്നായിട്ട് തിളച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഈ പതയൊക്കെ ഒന്ന് പോകുന്നവരെ നന്നായിട്ട് തിളക്കണം. അതിന് ശേഷം ഇതിലേക്ക് 2 സാധനം കൂടെ ചേർക്കാണ്ട്. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് ഈ പതയൊക്കെ കുറേ പോയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കല്ലുപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം അതിലേക്ക്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലിപ്പോൾ വേറെ വെള്ളമൊന്നും ചേർന്നിട്ടില്ല. ഇത് പുളിൻ്റെ വെള്ളം മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള പതയൊക്കെ പോയിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതിനി തണുത്തതിന് ശേഷം നമുക്കൊരു ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. പുളിവെള്ളമൊക്കെ നമ്മൾ എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കൂലേ, അതിന് പകരമായിട്ട് ഇങ്ങനെ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാനും സുഖമാണ്, നല്ല പുളിയും ഉണ്ടാവും.